പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രാത്രിയാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിൽ വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ എണ്ണപ്പാടങ്ങളിലേക്കടക്കം സംഘർഷം വ്യാപിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാവുന്നു. ഇസ്രായേലിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ടെൽ അവീവ് അടക്കമുള്ള നഗരങ്ങളിൽ കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത്. കനത്ത തിരിച്ചടി നൽകിയ ഇസ്രായേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചു. ഷഹ്റാൻ എണ്ണ സംഭരണശാലയിലും പാഴ്സ് റിഫൈനറിയിലും തീ പിടിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണത്തിൽ 80ഓളം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു. هذا نزل علينا تعال സംഘർഷം അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു രാത്രി കഴിഞ്ഞ് ഈ ഒരു പ്രഭാതത്തിലേക്ക് മാറുമ്പോൾ ഇറാനിലും ഇസ്രായേലിലും പ്രത്യാക്രമണങ്ങളിൽ ജീവഹാനി ഉണ്ടായിരിക്കുന്നു. പ്രധാനപ്പെട്ട ഇടങ്ങൾ തകർന്നു വീണിരിക്കുന്നു. എണ്ണപ്പാടങ്ങളിലടക്കം ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. രേണുക രാജേന്ദ്രൻ, ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ആദ്യം പറയുക. ദിവസങ്ങളിലായി ഇസ്രായേലും ഇറാനും തമ്മിലൊരു കനത്ത യുദ്ധം അല്ലെങ്കിൽ ഒരു കനത്ത പോരാട്ടം എന്ന രീതിയിലേക്ക് തന്നെ നടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടെ തന്നെ ഇസ്രായേലും ഇറാനും വീണ്ടും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിക്കുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ആദ്യം തന്നെ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ആക്രമണം നടത്തിയത് തന്നെ ഇസ്രായേലാണ്. ഇസ്രായേൽ ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങൾ, ആണവ ശേഖരങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മെയിൻ ലീഡിംഗ് വ്യക്തികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തികളെ നോക്കി തന്നെ അല്ലെങ്കിൽ ഈ പ്രധാന കേന്ദ്രങ്ങൾ നോക്കി തന്നെയാണ് ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ ഇറാനെ ആക്രമിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി പോലും ഇറാന്റെ എണ്ണ പാടശേഖരങ്ങളെല്ലാം പൂർണ്ണമായും കത്തി നശിക്കുന്ന രീതിയിലേക്കെല്ലാം ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ ആക്രമണത്തിൽ ഏകദേശം 80 പേർ കൊല്ലപ്പെട്ടു. സ്ത്രീകളടക്കം കുട്ടികളും മുതിർന്നവരും അടക്കം ഏകദേശം 80 പേർ, സേനാ മേധാവികളടക്കം ഏകദേശം 80 പേർ കൊല്ലപ്പെട്ടു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേലിൽ 5 പേരുടെ മരണമാണ് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സേനാ മേധാവികളടക്കം അല്ലെങ്കിൽ ജനങ്ങളടക്കം ഒരു 5 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു ഇസ്രായേലിൽ എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയും അല്ലെങ്കിൽ ദിനം പ്രതി ഓരോ സെക്കൻഡുകൾക്കുള്ളിലും ഇസ്രായേലും ഇറാനും തമ്മിലൊരു കനത്ത യുദ്ധം എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇറാൻ ആകട്ടെ ആദ്യം മുതലേ പറയുന്നുണ്ട്, എന്തായാലും ആദ്യം തുടങ്ങി വെച്ചത് ഇസ്രായേലാണ്, ഈ യുദ്ധം തുടങ്ങി വെച്ചത്, അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, അതോടൊപ്പം തന്നെ ഞങ്ങൾ ദുർബലരല്ല എന്നൊരു കാര്യം കൂടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം എന്ന വാക്ക് അതിൽ പറയാൻ കഴിയുമോ? യുദ്ധം ഇരു രാഷ്ട്രങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രത്യാക്രമണങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധ സമാനമാണ് എന്ന് പറയാം. തീർച്ചയായും മനീഷ്, യുദ്ധസമാനമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇസ്രായേൽ പറയുന്ന ചില വാക്കുകളുണ്ട്. ഇസ്രായേൽ പറയുന്നത് പൂർണ്ണമായും ഞങ്ങൾക്ക് ലക്ഷ്യബോധ്യമുള്ള ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കും, യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ഒട്ടും താല്പര്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെയും വാദം. അതോടൊപ്പം തന്നെ പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായ രീതിയിൽ തന്നെ ഈ യു എസ് പ്രതിനിധികൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ചിലത് ചർച്ചയാകുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഈ ഒരു വിഷയത്തിൽ ഇറാന്റെയും ഇസ്രായേലിന്റെ യുദ്ധത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അതോടൊപ്പം തന്നെ വൻ ശക്തികളായ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇറാനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്. തീർച്ചയായും ബനീഷ്, എന്തായാലും ഡൊണാൾഡ് ട്രംപും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തായാലും വൻ രാജ്യങ്ങളായ അല്ലെങ്കിൽ വൻ ശക്തി രാജ്യങ്ങളായ ചൈനയും റഷ്യയും US-ഉം ഇതിലെടുത്തിരിക്കുന്ന ചില നിലപാടുകൾ എന്താണ്, ഇനി ഇവർ മൂന്നുപേരും സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ ഇറാന്റെയും ഇസ്രായേലിന്റെയും ഈ ഒരു യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ നിലവിൽ പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എണ്ണവില ഉയരുന്ന ഒരു സാധ്യതയിലേക്ക് പോകുന്നുണ്ട്. കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വാണിജ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ആഗോള വ്യവസ്ഥ
സമാധാനത്തെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഇതൊരു ചർച്ചയിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇറാന്റെയും ഇസ്രായേലിന്റെയും സമാനമായ സാധ്യതകൾ എന്തായാലും ചർച്ചയിലേക്ക് കൊണ്ടുപോകും. നരേന്ദ്രമോദി പോലും ഈ ഇസ്രായേലിന്റെ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് ഇതൊരു വലിയൊരു ഭീഷണിയാകും, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, ഇതൊരു യുദ്ധ സമാനമാകരുത് എന്ന രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട്. എന്തായാലും ഇറാനിലും ഇസ്രായേലിലും ഒരുപാട് ഇന്ത്യൻ ജനങ്ങൾ വംശജർ താമസിക്കുന്നുണ്ട്. അവർ ജാഗ്രത പാലിക്കണം എന്ന രീതിയിലേക്കെല്ലാം നിലവിൽ സന്ദേശങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും 3 ദിവസങ്ങൾക്കിടയിൽ 1500 വ്യോമാക്രമണമാണ് ഇസ്രായേലും ഇറാനും പരസ്പരം നടത്തിയിട്ടുള്ളത്. എന്തായാലും 2000 കിലോമീറ്റർ അകലെ വരെ മിസൈലുകൾ വിക്ഷേപിക്കാൻ കരുത്തുള്ള മിസൈലുകളെല്ലാം ഇറാന്റെ പക്കലുമുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞ് മിസൈലുകൾ മുതൽ വലിയ ബോംബുകൾ വരെ, വലിയ അപകട ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മിസൈലുകൾ വരെ കൈവശമുണ്ട് ഇസ്രായേലും. എന്തായാലും ഇരു രാജ്യങ്ങളുടെയും ആണവ ശേഖരവും ആണവ ശക്തിയും വളരെ വലുതാണ്. എന്തായാലും ഇതിലുണ്ടാകുന്ന ആഘാതങ്ങൾ എന്താണെന്നൊരു കാര്യത്തിൽ കൂടി നിലവിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിലേക്കെല്ലാം ഈ വിഷയം മാറുന്നുണ്ട്. നിലവിലിപ്പോൾ ഇറാന്റെ ഭാഗത്ത് 80 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൽ 5 പേർ മരണപ്പെട്ടു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. വനീഷ്, ഇറാന്റെ എണ്ണപ്പാടം ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. ബുഷഹർ പ്രവിശ്യയിലെ പാഴ്സ് റിഫൈനറിയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഈ ഏഷ്യയിലെ തന്നെ എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നാണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്ന ഇറാനിലെ ബുഷഹർ പ്രവിശ്യയിലെ പാഴ്സ് റിഫൈനറി എന്ന് പറയുന്നത്. പുലർച്ചെ ഇസ്രയേലിലെ ടെൽ അവീവിലടക്കം ഇറാൻ വീണ്ടും ആക്രമിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചു, മിസൈലുകൾ ഉപയോഗിച്ചു. പലയിടങ്ങളിലും അപകട സൈറണുകൾ മുഴങ്ങി. ഇറാന്റെ തിരിച്ചുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൽ 6 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഇസ്രയേലിലെ ഹൈഫയിൽ ഒരു വലിയ കെട്ടിടത്തിൽ മിസൈൽ വീണ് 5 പേർ മരിക്കുകയാണ് ചെയ്തത്. ടെൽ അവീവിൽ ഉണ്ടായ ആക്രമണത്തിൽ 60-കാരിയായ ഒരു വ്യക്തി കൊല്ലപ്പെട്ടു, 20 പേർക്ക് പരിക്കേറ്റു. ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണം ശക്തമാക്കുക തന്നെ ചെയ്യുമെന്നാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം, മിസൈലുകൾ തടയാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും ആക്രമണം തുടരും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ മിസൈൽ വർഷിച്ചതിനെ തുടർന്ന് ഇസ്രയേലിലെ വിവിധയിടങ്ങളിൽ രാത്രി മുഴുവനും സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സൈറന്റെ വലിയ മുഴക്കങ്ങളോടുകൂടിയാണ് ഇന്നലത്തെ രാത്രി ഇസ്രായേലും ഇറാനും കഴിച്ചു തീർത്തത്. ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഇറാന്റെ നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മാക്സർ ടെക്നോളജിയാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 24, ഒപ്പം തന്നെ ജൂൺ മാസം 14 തീയതി ഈ ദിവസങ്ങളിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തിരിച്ചടിയിൽ ഇസ്രായേലിൽ 6 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭരണം മുതൽ ഉൽപാദനം വരെ നടത്തുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അണുബോംബ് അടക്കമുള്ള സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇറാൻ ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഊർജം ഉൽപ്പാദിപ്പിക്കുക ഉൾപ്പെടെയുള്ള വളരെയധികം സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ അണുശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇറാന്റെ അവകാശവാദം. പക്ഷേ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഈ അവകാശവാദത്തെ കണക്കിലെടുക്കുന്നില്ല, മുഖവിലേക്കെടുക്കുന്നില്ല. ഇറാൻ ഒരു 20 വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് തങ്ങളുടെ പരിശോധകരുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി, അതായത് IEA, അതിൻ്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ 3ാമത് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും പഴയ രീതിയിലുള്ള സെൻട്രിഫ്യൂജുകളൊക്കെ മാറ്റി സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു അതിന് ഇറാൻ നൽകിയിട്ടുള്ള മറുപടി. എന്തായാലും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ മുഖ്യ കേന്ദ്രം എന്ന് പറയുന്നത് നദാൻസ് സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയിട്ടാണ് ഈ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉള്ളത്. ഇറാന്റെ നടുക്ക് ഉള്ള പീഠഭൂമിയിലുള്ള ഈ ഒരു കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വളരെയധികം ആഴത്തിലുള്ള ഭൂഗർഭ നിർമ്മിതിക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത്.
അവിടെ ഉയർന്ന അളവിലുള്ള ആണവ പദാർത്ഥങ്ങളെ വേർതിരിക്കുന്നു, സമ്പുഷ്ടീകരണം നടത്തുന്നു. അങ്ങനെ നടത്തുന്ന പ്രക്രിയയുടെ പേര് എന്ന് പറയുന്നത് കാസ്കേഡ് സെൻട്രിഫ്യൂജ് നിര എന്നുള്ളതാണ്. അതെല്ലാം ഇതിനകത്താണുള്ളത്. നദാൻസ് ടണൽ സമുച്ചയം തെക്ക് പിക്സാക് മലനിരകൾ വരെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സംയുക്തമായിട്ടുള്ള ഒരു സൃഷ്ടി എന്ന് കരുതപ്പെടുന്ന സക്ടസ് നെറ്റ് കമ്പ്യൂട്ടർ വൈറസ് ആക്രമണത്തിൽ നേരത്തെ ഇറാന്റെ സെൻട്രിഫ്യൂജുകളൊക്കെ തകർന്നിരുന്നു. 2 തവണ കൂടി ഇസ്രയേലിൻ്റെ ഈ നീക്കത്തിൽ കേന്ദ്രത്തിന് കേടുപാടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനിടെ ജെറുസലേമിലും ടെൽ അവീവിലും വലിയ രീതിയിലുള്ള സ്ഫോടനം ഉണ്ടായി. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ ജെറുസലേമിലും ടെൽ അവീവിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇറാൻ നൽകുകയാണ് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിലെ നഗരങ്ങളായിട്ടുള്ള ടെൽ അവീവ്, ജെറുസലേം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി. ആ ആക്രമണ വിവരം ഇറാൻ വാർത്താ ഏജൻസിയായിട്ടുള്ള ഇർന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെൽ അവീവിലും അതേപോലെ തന്നെ ജെറുസലേമിലും ഒക്കെ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം ഇസ്രയേൽ നഗരങ്ങളിൽ ഈ പറയുന്ന ആക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള സൈറണുകൾ മുഴങ്ങുകയുണ്ടായി. ഇസ്രയേൽ നഗരങ്ങളിലെ കെട്ടിടങ്ങളിലൊക്കെ അഗ്നി പടരുന്നതിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹൈഫയിലെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇസ്രയേൽ പറയുന്നത് ഇറാന്റെ ഓയിൽ റിഫൈനറികൾക്ക് നേരെ തങ്ങൾ കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തിയെന്നുള്ളതാണ്. ദക്ഷിണ ഇറാനിലും സഹ്റാനിലും അവിടെയൊക്കെയുള്ള ഓയിൽ റിഫൈനറികൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ റിഫൈനറിക്ക് നേരെ ചെറിയ രീതിയിലുള്ള ഡ്രോണാക്രമണം ഉണ്ടായി എന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ 3ാമത്തെ F-35 യുദ്ധവിമാനവും വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം വെല്ലുവിളി നടത്തിയത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ ഇറാന്റെ സൈനിക കമാൻഡോകളൊക്കെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ടുള്ള IRNE ഇർന റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈ വാർത്ത പക്ഷേ ഇസ്രായേൽ സൈന്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്.